നെക്സ്റ്റ് നോക്കുന്നത് പൊട്ടാസ്യത്തെ പറ്റിയാണ്. പൊട്ടാസ്യം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒരു മിനറൽ ആണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് ഡയറക്റ്റ്ലി നമുക്ക് പൊട്ടാസ്യം കിട്ടുന്നുണ്ട്. നമ്മുടെ ഹാർട്ട് ബീറ്റിനെ റെഗുലർ ആക്കി നിർത്താനും മസിൽസിനെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാനും സഹായിക്കുന്നത് പൊട്ടാസ്യം തന്നെയാണ്. പൊട്ടാസ്യത്തിന് നമ്മുടെ ഫ്ലൂയിഡിനെ ഫ്ലൂയിഡ് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തുക, ഇലക്ട്രോലൈറ്റ് ബാലൻസ് ചെയ്ത് നിർത്തുക, അതൊക്കെ പൊട്ടാസ്യത്തിന്റെ ഒരു മെയിൻ റോൾ തന്നെയാണ്. അതുപോലെ നമ്മുടെ പൊട്ടാസ്യം കഴിക്കേണ്ടത് ഒരു റൈറ്റ് എമൗണ്ട് ആണ്. എസ്പെഷ്യലി ഇൻ ദ കിഡ്നി പേഷ്യൻസ് പൊട്ടാസ്യം ഇൻടേക്ക് മാക്സിമം റെഡ്യൂസ് ചെയ്യാണ് വേണ്ടത്. കാരണം എക്സസ് ആയിട്ടൊരു എമൗണ്ട് പൊട്ടാസ്യം അവരുടെ ബ്ലഡ് സ്ട്രീമിൽ വന്നു കഴിഞ്ഞാൽ യൂറിനിലൂടെ അത് ഫിൽട്ടർ ചെയ്ത് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു റീനൽ ഫെയിലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് അതിനുള്ളൊരു എബിലിറ്റി ഇല്ല. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ഇൻടേക്ക് എപ്പോഴും മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ കിഡ്നി പേഷ്യൻസ് അത് കഴിക്കാൻ പാടുള്ളൂ. അപ്പൊ കിഡ്നി ഫെയിൽഡ് ആയിട്ടുള്ളവരിൽ എക്സസ് ആയിട്ട് പൊട്ടാസ്യം വന്നു കഴിഞ്ഞാൽ പൊട്ടാസ്യം നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ വല്ലാതെ അക്യുമുലേറ്റ് ചെയ്യുകയും ഒരു ഹൈപ്പർ കലേമിയ കണ്ടീഷൻസ്, നമ്മുടെ പൊട്ടാസ്യം ലെവൽ ബ്ലഡ് സ്ട്രീമിൽ കൂടുന്നതിനെയാണ് ഹൈപ്പർ കലേമിയ എന്ന് പറയുന്നത്. അതുവഴി മസിൽ വീക്ക്നെസ്, ഇറഗുലർ ആയിട്ട് ഹാർട്ട് ബീറ്റ് വരിക, പൾസ് വല്ലാതെ സ്ലോ ആവുക, ഹാർട്ട് അറ്റാക്ക് വരിക, ഈവൻ അത് ഡെത്തിലേക്ക് പോലും കാരണമാകുന്നതാണ്. അതുകൊണ്ട് തന്നെ പൊട്ടാസ്യം ഇൻടേക്കിനെ പറ്റി പേഷ്യൻസ് വളരെ ബോധറായിരിക്കണം. അവര് ഫുഡ് കഴിക്കുമ്പോൾ അതിനെപ്പറ്റി മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. അതിന് കുറച്ച് ടിപ്സ് പറയുന്നുണ്ട്. ഡയറ്റീഷ്യന്, അതായത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു റീനൽ ഡയറ്റീഷ്യന്റെ അടുത്ത് പോയിട്ട് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സോഡിയം, മിനറൽസിന്റെ ഒക്കെ കണ്ടന്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ചാർട്ട് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ടിപ്പായിട്ട് വരുന്നത്. പിന്നെ പറയുന്നത് പൊട്ടാസ്യം കണ്ടന്റ് കൂടിയ ഫുഡ് ലിമിറ്റ് ചെയ്യുക, അത് കഴിക്കുന്നത് മാക്സിമം ലിമിറ്റ് ചെയ്യുക. മിൽക്ക് ആൻഡ് അതർ ഡയറി പ്രൊഡക്ട്സിലൊക്കെ പൊട്ടാസ്യത്തിന്റെ എമൗണ്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡയറി പ്രൊഡക്ട്സും മിൽക്കും ഒക്കെ മിനിമൈസ് ചെയ്യുക, അതിന്റെ യൂസ് മാക്സിമം കുറയ്ക്കുക. എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് യൂസ് ചെയ്യുക. സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതുപോലെ ഏത് ഫുഡ്, പാക്കേജ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ലേബൽസ് വായിച്ച് പൊട്ടാസ്യത്തിന്റെ അളവ് വളരെ കുറവല്ലേ എന്ന് നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ അത് കഴിക്കുക. എപ്പോഴും കഴിക്കുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിനെ പറ്റി നമ്മൾ ബോധറായിരിക്കുക. പിന്നെ ഒരു ഫുഡ് ജേർണൽ എപ്പോഴും കീപ്പ് ചെയ്യുക, നമ്മൾ അത് ഫോളോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ സാധാരണഗതിയിൽ പൊട്ടാസ്യം ലെവൽ ഹൈ ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഉണ്ട്. അതിൽ വരുന്നതാണ് അവക്കാഡോ, ബനാന, പൊട്ടറ്റോസ്, സ്പിനാച്ച്, ബീൻസ്, സിട്രസ് ജ്യൂസസ്. ദെൻ ഫിഷിലും എന്തുണ്ട്, പൊട്ടാസ്യത്തിന്റെ അളവ് കാണുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫ്ലൂയിഡ്സിനെ പറ്റിയാണ്. ഫ്ലൂയിഡ് കൺട്രോളും കിഡ്നി പേഷ്യൻസ് വളരെ നോക്കേണ്ട ഒരു കാര്യമാണ്. ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള പേഷ്യൻസ് ഒരു എൻഡ് സ്റ്റേജിലൊക്കെ നോർമൽ ഫ്ലൂയിഡ്, നമ്മൾ വെള്ളം കുടിക്കുന്നത് മാക്സിമം കുറയ്ക്കുക. കാരണം ബോഡിയിൽ എക്സസ് ആയിട്ട് വെള്ളം കെട്ടി നിൽക്കുകയും അതുവഴി എഡിമ, അതായത് നീരി വരാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ യൂറിൻ ഔട്ട്പുട്ട് വളരെ കുറവാണ്. നമ്മൾ എത്ര വെള്ളം കുടിച്ചു കഴിഞ്ഞാലും അതിനനുസരിച്ചുള്ള ഒരു യൂറിൻ ഔട്ട്പുട്ട് വരുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്ലൂയിഡിന്റെ ഇൻടേക്ക് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. അതായത് ഒരു ലിമിറ്റഡ്, ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ മാത്രം ഫ്ലൂയിഡ്, വെള്ളം കുടിക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ഇത് വെള്ളം ബോഡിയിൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലങ്സ്, ഇന്റേണൽ ഓർഗൻസിനൊക്കെ ഒരു എക്സസ് ആയിട്ടുള്ള ഒരു പ്രഷർ അവിടെ ക്രിയേറ്റ് ആവുന്നതാണ്. അതുവഴി അതിനൊക്കെ ഡാമേജ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. പേഷ്യൻസ് ഫ്ലൂയിഡ് കഴിക്കുന്നത് ഒരു കാൽക്കുലേറ്റഡ് വേയിലാണ്, അതായത് നമ്മുടെ യൂറിൻ ഔട്ട്പുട്ട് വെച്ച് നോക്കിയിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിലാണ് ഫ്ലൂയിഡ്, വെള്ളം കുടിക്കേണ്ടത്. ഡോക്ടേഴ്സിന്റെ ഓർഡേഴ്സ് പ്രകാരം അവർ പറയുന്ന ഒരു ml അളവിൽ മാത്രം വെള്ളം കുടിക്കുക. ഫുഡ് കഴിക്കുമ്പോഴായാലും ഒരു നോർമൽ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുക. ഫ്ലൂയിഡ് കുക്ക് ചെയ്യുമ്പോഴായാലും വെള്ളം നമ്മൾ മാക്സിമം നോക്കിയതിന് ശേഷം മാത്രം, നമ്മൾക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള രീതിയിൽ നോക്കിയതിന് ശേഷം മാത്രം നമ്മളത് ചെയ്യുക. നെക്സ്റ്റ് വരുന്നതാണ് ഫോസ്ഫറസ്. നമ്മുടെ ശരീരത്തിന് ആവശ്യം വേണ്ട ഒരു മിനറൽ തന്നെയാണ് ഫോസ്ഫറസ് എന്ന് പറയുന്നത്. ബോണിന്റെ മെയിൻ്റനൻസിനും ഡെവലപ്മെന്റിനും മെയിൻ റോള് വഹിക്കുന്ന ഒരു മിനറലാണ് ഫോസ്ഫറസ്. നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂ, ഓർഗൻസ്, അതിൽ വരുന്ന മസിൽ മൂവ്മെന്റ്സ്, അതിലൊക്കെ ഡെവലപ്മെന്റിന് ഒരു മെയിൻ ഫാക്ടർ വരുന്നതാണ് ഈ ഫോസ്ഫറസ് എന്ന് പറയുന്ന ഒരു മിനറല്.
ഇപ്പോൾ ഫോസ്ഫറസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോൾ നമ്മളത് ഡൈജസ്റ്റ് ആയി കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ അത് അബ്സോർബ് ചെയ്യുകയും നമ്മുടെ ബോൺസിലാണ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഫോസ്ഫറസ് ബോൺസിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കിഡ്നി പേഷ്യൻസ് ഫോസ്ഫറസ് കഴിക്കുമ്പോൾ കാര്യമായി മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ. കാരണം നോർമലി വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ്, കിഡ്നീസ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു പേഷ്യൻസിന് എക്സ്ട്രാ ഫോസ്ഫറസ് ബോൺസിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് റിമൂവ് ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി അവരുടെ നോർമൽ കിഡ്നിക്ക് ഉണ്ട്. എന്നാൽ കിഡ്നി ഫംഗ്ഷൻ ആൾട്ടേർഡ് ആയിട്ടുള്ള പേഷ്യൻസിന് എക്സസ് ആയിട്ടുള്ള ഫോസ്ഫറസിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് ലെവല് വല്ലാതെ കൂടിക്കഴിഞ്ഞാൽ അത് കാൽഷ്യം, ബോൺസിലെ കാൽഷ്യം, നമുക്കറിയാം ബോൺസിൽ എന്തുണ്ട്, കാൽഷ്യം ഡെപ്പോസിറ്റ് ഉണ്ട്. ഫോസ്ഫറസ് ബോൺസിൽ അക്യുമുലേറ്റ് ചെയ്യുമ്പോൾ അതിലെ കാൽഷ്യംസ് ബോൺസിൽ നിന്ന് ഡീമിനറലൈസ് ചെയ്ത് പോവുകയും ബോൺസ് വല്ലാതെ വീക്ക് ആവുകയും ചെയ്യും. അപ്പോ ഫോസ്ഫേറ്റിന്റെ അളവ് കൂടുന്നത് വഴി കാൽഷ്യം എന്താവുകയാണ്, കാൽഷ്യം ഡെപ്പോസിറ്റ് അവിടെ നിന്ന് പോരുകയും ഈ കാൽഷ്യം ചെന്ന് ബ്ലഡ് വെസൽസ്, ലങ്സ്, ഐസ്, നമ്മുടെ ഹാർട്ടിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനും കാരണമാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഫോസ്ഫറസ് ഇൻടേക്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം ആ ഒരു ഡയാലിസിസ് പീരീഡിൽ. ഫോസ്ഫറസ് ഒരുപാട് ഫുഡിൽ വരുന്നതാണ്. ഇപ്പൊ കിഡ്നി ഫംഗ്ഷൻ ആൾട്ടേർഡ് ആയിട്ടുള്ളവര് ആ ഒരു റീനൽ ഡയറ്റീഷ്യന്റെ അടുത്ത് പ്രോപ്പർ ആയിട്ട് ചാർട്ട് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഫുഡ്സ് മാത്രം കഴിക്കുക. കുറച്ച് ടിപ്സ് പറയുന്നുണ്ട് സേഫ് ലെവലില് നമ്മൾ ഫോസ്ഫറസ് ഇൻടേക്കിന് വേണ്ടി. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഏത് ഫുഡാണ്, അതിൽ എത്ര കണ്ടന്റ് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കുക. നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റിയുടെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എപ്പോഴും ഫോസ്ഫറസ് കണ്ടെയ്നിങ് ഫുഡ് ആണെങ്കിൽ നമ്മളൊരു സ്മോൾ പ്രൊപ്പോർഷൻ, ഒരു പോർഷൻ മാത്രം എടുത്ത് കഴിക്കുക. കൂടുതലും ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ഡയറ്റില്. അതുപോലെ ഫിസിഷ്യൻസിന്റെ അടുത്ത് ചോദിച്ചിട്ട് ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ്, നമ്മൾ മീൽ ടൈമിൽ ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് നമ്മുടെ ബ്ലഡിലുള്ള ഫോസ്ഫേറ്റിന്റെ ലെവൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ സാധാരണ ഡയാലിസിസ് പേഷ്യൻസ് കഴിക്കുന്ന ഒരു മെഡിക്കേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫിസിഷ്യന്റെ അടുത്ത് ചോദിച്ച് ഫോസ്ഫേറ്റ് ബൈൻഡേഴ്സ് വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അതുപോലെ പാക്കേജ്ഡ് ആയിട്ടുള്ള ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യുക, ഇൻക്ലൂഡിങ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ്സ്. പിന്നെ എപ്പോഴും ഒരു ഫുഡ് ജേണൽ കീപ്പ് ചെയ്യുക, അത് ഫോളോ ചെയ്യുക. എപ്പോഴും ഫോസ്ഫറസ് കൂടിയൊരു ഫുഡാണ് മീറ്റ്, ഫാസ്റ്റ് ഫുഡ്, ചീസ്, മിൽക്ക്, കാൻഡ് ആയിട്ടുള്ള ഫിഷസ്, കൊക്കക്കോള, ഇതിലൊക്കെ ഫോസ്ഫറസിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. അപ്പൊ അതിന്റെ ഉപയോഗം മാക്സിമം മിനിമൈസ് ചെയ്യാം. ഭാഗത്ത് ഡിസ്കസ് ചെയ്തത് ഡയാലിസിസ് പേഷ്യൻസ് കഴിക്കുമ്പോൾ ഫുഡ് ചാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതെല്ലാം ഇൻക്ലൂഡ് ചെയ്യണം, ഏതെല്ലാം ഒഴിവാക്കണം എന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് പറഞ്ഞത്.